എല്ലാവർക്കും ഇഗ്നു ലേണേഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് സോഷ്യൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് അറിയാം. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഗ്രൂപ്പ്. അപ്പം സോഷ്യോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സോഷ്യൽ ഗ്രൂപ്പ്. അപ്പൊ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. എ സോഷ്യൽ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 2 or more people who interact with one another. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ 2ൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യുന്ന 2 അതിലധികമോ ആൾക്കാരുടെ ഒരു കൂട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാം. ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ ലീഡ്സ് പീപ്പിൾ ടു ഷെയർ വാല്യൂസ് ആൻഡ് ബിലീഫ്. ഫ്രീക്വന്റ് ആയിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഷെയർ ചെയ്യപ്പെടും? അവരുടെ വാല്യൂസ് ആൻഡ് ബിലീഫ് ഷെയർ ചെയ്യപ്പെടും. ദീസ് ഷെയറിംഗ് ഓഫ് വാല്യൂസ് ആൻഡ് ബിലീഫ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ വിത്ത് വൺ അനദർ. അപ്പൊ എന്താണ് ഈ വാല്യൂസും ബിലീഫും അവർ ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് ആർ എമംഗ് ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് എൻഡ്യൂറിംഗ് ഓഫ് സോഷ്യൽ യൂണിറ്റ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള കുറെ കാലം നിലനിൽക്കുന്ന ഒരു സോഷ്യൽ യൂണിറ്റ് ആണ്. ദേ ആർ ഇമ്പോർട്ടന്റ് ബോത്ത് ടു ദെയർ മെമ്പേഴ്സ് ആൻഡ് ടു ദ സൊസൈറ്റി അറ്റ് ലാർജ്. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും ഇമ്പോർട്ടന്റ് ആണ്, അതോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള സൊസൈറ്റിക്കും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗ്രൂപ്പിൽ നിന്ന് ബെനിഫിറ്റ് മെമ്പേഴ്സിനും കിട്ടും, അതോടൊപ്പം തന്നെ സൊസൈറ്റിക്കും ഉണ്ടാവും. ഇപ്പം സോഷ്യൽ ഗ്രൂപ്പിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ വില്ലേജ്, എ ഫാമിലി, എ പൊളിറ്റിക്കൽ പാർട്ടി, എ ട്രേഡ് യൂണിയൻ ഈസ് ഓൾ സോഷ്യൽ ഗ്രൂപ്പ്. ഈ പറഞ്ഞതൊക്കെ എന്താണ്? സോഷ്യൽ ഗ്രൂപ്പ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ്? വി ലിവ്, വർക്ക്, വർഷിപ്പ് ആൻഡ് ഡൈ ഇൻ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ എന്താണ്? നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ ആരാധിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ മരിക്കുന്നതും എവിടെയാണ്? സോഷ്യൽ ഗ്രൂപ്പിലാണ്. മാൻസ് ഡെയിലി ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ലാർജ്ലി ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ എപ്പോഴും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും? ഏതെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തിലൂടെയാണ്? ഡേ ടു ഡേ ലൈഫ് തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പുകളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. നോട്ട് ഓൺലി അവർ ലൈഫ് ബിക്കംസ് ബോറിംഗ് ആൻഡ് അൺബെയറബിൾ വിത്തൗട്ട് ഫെലോ ഹ്യൂമൻ ബീങ്സ്. അപ്പം നമുക്കറിയാം നമ്മളെന്ന് പറയുന്ന ഒരു സോഷ്യൽ ബീയിങ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് ഒരു ഐലൻഡിൽ പോയി ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ജീവിക്കുന്നത് ഒരു ഗ്രൂപ്പിലായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ലൈഫ് എന്തായിട്ട് മാറും? ബോറിംഗ് ആയിട്ട് മാറും. നമ്മളൊരു നമുക്കൊരു ഫെലോ ബീങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗ്രൂപ്പിലല്ല ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് എന്തായിട്ട് മാറും? ബോറിംഗ് ആയിട്ട് മാറും. ബട്ട് ഓൾസോ അവർ വെരി സർവൈവൽ ബിക്കംസ് പ്രോബ്ലമാറ്റിക്. അപ്പൊ നമ്മുടെ നിലനിൽപ്പ് തന്നെ എന്തായിട്ട് മാറും? പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞത് പോലെ തന്നെയാണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്രയൊന്നും അല്ല ക്യാരക്ടറിസ്റ്റിക്സ്, ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. നമ്മളൊരു സോഷ്യൽ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൽ 2ൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ. അപ്പം എന്താണ്? 2 അതിലധികമോ വ്യക്തികൾ ചേരുന്നതാണ്. വിത്തൗട്ട് ഇൻഡിവിജ്വൽസ് ദർ ക്യാൻ ബി നോ ഗ്രൂപ്പ്. വ്യക്തികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? ഈ പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാവില്ല. ജസ്റ്റ് as we cannot have a college or a university without students and teachers. അപ്പൊ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല? ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, ഒരു കോളേജ് ഇല്ല. അപ്പൊ കോളേജും യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാകണം. അതൊക്കെ ഗ്രൂപ്പ്സ് ആണ്, സോഷ്യൽ ഗ്രൂപ്പ് ആണല്ലേ. അതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത എന്താണ്? ഇന്ററാക്ഷൻ അമംഗ് മെമ്പേഴ്സ്. അപ്പം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്തിരിക്കണം? പരസ്പരം ഇന്ററാക്ട് ചെയ്തിരിക്കണം. സോഷ്യൽ ഇന്ററാക്ഷൻ ഈസ് ദ വെരി ബേസിസ് ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, കുറേയധികം ആൾക്കാരുണ്ട്, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരിക്കലും എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. ദ മെമ്പേഴ്സ് മസ്റ്റ് ഹാവ് ഇന്ററാക്ഷൻ. ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഇനി അടുത്ത എന്താണ്? കോമൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്റെ താല്പര്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അപ്പൊ എന്താണ്? ദ ഇൻട്രസ്റ്റ് ആൻഡ് ഐഡിയൽസ് ഓഫ് ഗ്രൂപ്പ് ആർ കോമൺ. അപ്പം ഒരു ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളും അവരുടെ ആശയങ്ങളൊക്കെ എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഇൻഫാക്ട് മെൻ നോട്ട് ഓൺലി ജോയിൻ ഗ്രൂപ്പ്സ് ബട്ട് ഓൾസോ ഫോം ഗ്രൂപ്പ്സ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് ദർ ഒബ്ജക്റ്റീവ്സ് ഓർ ഇൻട്രസ്റ്റ്. അപ്പൊ എന്താണ്? വ്യക്തികള് ഗ്രൂപ്പുകളിൽ ജോയിൻ
ജോയിൻ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഒബ്ജക്റ്റീവ്സും ഇൻട്രസ്റ്റും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോം ഓഫ് ദ ഗ്രൂപ്പ്സ് ഡിഫർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പൊ ഓരോ ഗ്രൂപ്പിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രൂപ്പിന്റെ ഫോമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പ്, എക്കണോമിക് ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പ്സിന്റെയും താല്പര്യങ്ങൾ എന്താണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളുടെ ഫോമിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്തത് ഗ്രൂപ്പ് നോംസ് ആണ്. ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഗ്രൂപ്പിൽ എന്തുണ്ടായിരിക്കും, ആ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും, റൂൾസ് ആൻഡ് നോംസ് ഉണ്ടായിരിക്കും. അത് എന്താണ്, ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഗ്രൂപ്പിന് പുറത്താകും. എവറി ഗ്രൂപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് നോംസ് വിച്ച് ദ മെമ്പേഴ്സ് ആർ സപ്പോസ് ടു ഫോളോ. അപ്പൊ ഏതൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന് റൂൾസ് ആൻഡ് നോംസ് ഉണ്ട്, അതിലുള്ള മെമ്പേഴ്സ് എന്താണ്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. These norms may be in the form of customs, folkways, modes, traditions, conventions, laws, etc. ഈ പറയുന്ന റൂൾസ് ആൻഡ് നോംസ് എന്ന് പറയുന്നത് എന്ത് രൂപത്തിലായിരിക്കും? ഒന്നുകിൽ കസ്റ്റംസിന്റെ രൂപത്തിലായിരിക്കും, ആചാരങ്ങളുടെ രൂപത്തിലായിരിക്കും, ഫോക്ക് വേസിന്റെ രൂപത്തിലായിരിക്കും, പരമ്പരാഗത ജീവിത ശൈലിയുടെ രൂപത്തിലായിരിക്കും, മോഡ്സിന്റെ രൂപത്തിലായിരിക്കും. അതായത് അവരുടെ സ്വഭാവം, അവരുടെ കസ്റ്റം അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ട്രഡീഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, കൺവെൻഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ട്രഡീഷൻസും കൺവെൻഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അവരുടെ ശീലങ്ങൾ, അവരുടെ ഹാബിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഒരു ഹാബിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ലോസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ ആണല്ലോ. ദേ മേ ബി റിട്ടൺ ഓർ അൺറിട്ടൺ നോംസ് ഓർ സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന നോംസ് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ എഴുതപ്പെട്ടതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അൺറിട്ടൺ ആയിട്ടുള്ള നോംസ് ആണ്, എഴുതപ്പെടാത്ത നോംസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് പറയുന്നത്, സൈസ് ഓഫ് ദ ഗ്രൂപ്പ്. സൈസ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓരോ ഗ്രൂപ്പിന്റെ സൈസ് എന്താണ്, ഡിഫറെന്റ് ആണ്. എവറി ഗ്രൂപ്പ് ഇൻവോൾവ്സ് ആൻ ഐഡിയ ഓഫ് സൈസ്. ഏതൊരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഐഡിയ ഓഫ് സൈസ് ഉണ്ടായിരിക്കും. എ ഗ്രൂപ്പ് മേ ബി എ സ്മോൾ ആസ് ദാറ്റ് ഓഫ് 2 മെമ്പർ ഗ്രൂപ്പ്. അപ്പൊ ചില ഗ്രൂപ്പുകൾ എന്തായിരിക്കും, 2 മെമ്പേഴ്സ് ഗ്രൂപ്പുകളായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് എന്താണ്, 2 മെമ്പേഴ്സ് ഗ്രൂപ്പാണ്. ചില ഗ്രൂപ്പുകൾ എന്താണ്, വലിയ ഗ്രൂപ്പുകളായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ എന്താണ്, വലിയ ഗ്രൂപ്പുകളാണ്, ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് അതിൽ ഉണ്ടായിരിക്കും. സൈസ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഇമ്പാക്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു സൈസ് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ആ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിൽ വരുത്തും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള സെൻസ് ഓഫ് യൂണിറ്റി ആണ്. ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു യൂണിറ്റി, ഒരു ഐക്യം ഉണ്ടായിരിക്കും. ദ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ആർ ഇന്റർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പം ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ എന്തായിരിക്കും, ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. സിംപ്ലി എ ഗ്യാതറിംഗ് ഓഫ് പേഴ്സൺ കനോട്ട് ഫോം എ ഗ്രൂപ്പ്. അതായത് കുറച്ചധികം ആൾക്കാർ ചുമ്മാ ഒത്തുചേർന്ന ഒരിക്കലും നമുക്ക് അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും എന്തെന്ന് പറയാൻ പറ്റില്ല, ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അതിലുള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കില്ല, ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ടായിരിക്കില്ല, അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പരസ്പരം എന്തുണ്ടായിരിക്കില്ല, ഒരു മ്യൂച്വൽ അവയർനെസ് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പം അതിനെ ഒരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. മ്യൂച്വൽ റിലേഷൻസ് ആർ കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്, മ്യൂച്വൽ റിലേഷൻസ് ആണ്. പിന്നെന്താണ്, വി ഫീലിംഗ് ആണ് അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത്. വി ഫീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾക്ക് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു തോന്നല് അവിടെ ഉണ്ടായിരിക്കും. ദ മെമ്പർ ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ് ഡെവലപ്പ് എ സെൻസ് ഓഫ് വി ഫീലിംഗ് എമംഗ് ദം. അപ്പൊ എന്താണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും എന്ത് ഫീലിംഗ് ഉണ്ടായിരിക്കും, ഒരു വി ഫീലിംഗ് ഉണ്ടായിരിക്കും, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. വി ഫീലിംഗ് ഹെൽപ്സ് ടു ഡിഫെൻഡ് ദർ ഇൻട്രസ്റ്റ് കളക്റ്റീവ്ലി. വി ഫീലിംഗ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരെ സഹായിക്കും. ദേ ട്രീറ്റ് അതർ ആസ് ഔട്ട്സൈഡർ. മറ്റുള്ളവരെ അവരെന്തായിട്ടാണ് കാണുന്നത്, ഔട്ട്സൈഡർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പ്രധാനമായിട്ട് ഗ്രൂപ്പിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ആണ് പറയുന്നത്. പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് CH കൂലിയാണ്.
അപ്പൊ അമേരിക്കൻ സോഷ്യോളജിക്കൽ തിയറിയിലാണ് ഈ ഒരു ഡൈക്കോട്ടമി ഉള്ളത്. അതായത് അവർ ഗ്രൂപ്പിനെ പ്രധാനമായിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈമറി ഗ്രൂപ്പ് ദർ ഈസ് എ ഫേസ് ടു ഫേസ് ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. നമ്മളൊരു പ്രൈമറി ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഗ്രൂപ്പാണ്. അതൊരു ചെറിയ ഗ്രൂപ്പാണ്. അതിലുള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അല്ലെ. അവർ പരസ്പരം എന്ത് ചെയ്യാണ്? കാണുവാണ്, അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റിമേറ്റ് ആണ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു സ്മോൾ ഗ്രൂപ്പ്സ് ലൈക്ക് ദ ഫാമിലി, ദ പ്ലേ ഗ്രൂപ്പ് ആൻഡ് നൈബർഹുഡ് എക്സെട്ര. അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ഒരു എന്താണ്? ഫാമിലി ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. പ്ലേ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്ലേ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. നൈബർഹുഡ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ സെക്കൻഡറി ഗ്രൂപ്പ് മേ ബി defined as a kind of association which is characterized by indirect, impersonal and secondary relation. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും അവിടെ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് റിലേഷൻ ഉണ്ടായിരിക്കില്ല. അവിടെ റിലേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. പേഴ്സണൽ റിലേഷൻ ഉണ്ടായിരിക്കില്ല. അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇംപേഴ്സണൽ റിലേഷൻ ആണ്. വ്യക്തിപരമല്ലാത്ത റിലേഷൻ ആണുള്ളത്, സെക്കൻഡറി റിലേഷൻ ആണുള്ളത്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് പോലും ഉണ്ടാകില്ല. ദ ട്രേഡ് യൂണിയൻ, the business corporation, political party and the state are example of secondary group. അപ്പൊ എന്താണ്? ട്രേഡ് യൂണിയൻ, ബിസിനസ് കോർപ്പറേഷൻ, പൊളിറ്റിക്കൽ പാർട്ടി ഒക്കെ എന്താണ്? സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. സ്റ്റേറ്റ് എന്താണ്? സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സിന് പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവോ? ഇല്ല, അറിയില്ല. ഓക്കെ, അതൊരു വലിയ ഗ്രൂപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ ഗ്രൂപ്പിൽ പഠിക്കാനുള്ളത്.